അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ SIT അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ CPIM നടപടി എടുത്തോ? എടുത്തില്ല. നടപടി എടുക്കാത്തതിന്റെ കാരണം അയ്യപ്പന്റെ പൊന്നു കെട്ടത് പത്മകുമാർ ഒറ്റക്കല്ല. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും. ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയും. പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ടറിയാം. പത്മകുമാറിൽ നിന്ന് ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെയോ പേര് SITക്ക് കിട്ടിയാൽ മാത്രമേ CPMന് പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ. പത്മകുമാറിന്റെ SIT അറസ്റ്റ് ചെയ്യാത്തതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലയോ സേനാംഗങ്ങളെ? SIT ശ്രീ വിജയന്റെ നിയന്ത്രണത്തിൽ അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ SIT ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കടകംപള്ളിയെയും വാസവനെയും സഹായിക്കുന്ന SIT പത്മകുമാറിനെയും സഹായിക്കുമായിരുന്നു. അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം മാപ്പ് തരില്ല, സ്വാമി ശരണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴിതാ മണിക്കൂറുകൾക്ക് മുമ്പ്, ഞാൻ സംസാരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ്, പിണറായി വിജയന്റെ മുന്നിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന പത്മകുമാറിന്റെ ചിത്രവും പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിമർശനം സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമാണ്. രാഹുൽ ചോദിക്കുന്നത് എന്താണ്? ഒറ്റ വാക്കിൽ ചോദിച്ചാൽ SIT അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ നിങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്തോ? ആരോപണത്തിന്റെ പേരിൽ എന്റെ മേലിൽ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നതൊക്കെ വെറും വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന് രാഹുൽ നിഷേധിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് രാഹുലിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമായിരുന്നു, രാഹുലെ എന്താ നിഷേധിക്കാത്തത്? അതിനുള്ള മറുപടി ഒരു തവണ ഇന്നലെ രാഹുൽ പറഞ്ഞതാ. വീണ്ടും അതിലൊരു വ്യക്തത കൂടി വരുത്തിയിരിക്കുന്നു. ഇനി നിഷേധിക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് ആർക്കും കുരുപൊട്ടണ്ട, നിഷേധിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ തൻ്റെതല്ല, ഷുവറാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏത്? ഈ പുറത്ത് വരുന്ന സ്ക്രീൻഷോട്ടുകളും ഓഡിയോയെ കുറിച്ച് ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതാ. എന്താ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചില്ലേ? ശ്രീനാദേവിയെ ഒരു സാങ്കല്പിക ഇരയാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നല്ലോ. അന്ന് ശ്രീനാദേവി യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ശ്രീനാദേവിക്ക് അയച്ച പല സ്ക്രീൻഷോട്ടുകളും പല ഓഡിയോകളും പുറത്തു വരുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ശ്രീനാദേവിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിട്ടില്ലെങ്കിലും ശ്രീനാദേവി അന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ വന്നേനല്ലേ. ശ്രീനാദേവി നോ പറഞ്ഞത് കൊണ്ടാണല്ലോ അന്ന് അത്തരത്തിൽ വരാതിരുന്നത്. ഇന്നതേപോലെ തന്നെയാണ്. അപ്പോ രാഹുൽ അത് നിഷേധിക്കുന്നു, തൻ്റെതല്ല. ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെയ് എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. രാഹുല് ഇത്രയും ദിവസം എന്താണ് നിഷേധിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലെ രാഹുൽ പറഞ്ഞു തന്നെയാണ്. ഏത്? രാഹുൽ ഇന്നലെ അവരോട് ചോദിച്ചില്ലേ, ഞാൻ നിഷേധിച്ചാല് നിങ്ങൾ ഈ പറയുന്ന വാർത്ത വ്യാജമാണെന്ന് നിങ്ങൾ പറയോ? ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് നിങ്ങൾ പറയോ? ഞങ്ങൾ കൊടുത്ത വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് മാധ്യമപ്രവർത്തകർ പറയുമായിരുന്നോ? ഇല്ലല്ലോ, പറയില്ല. അത് മാത്രമല്ല, ഇനി ഞാൻ നിഷേധിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന ഓഡിയോകളും ഇതൊക്കെ ഞാൻ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമായിരുന്നോ? അപ്പൊ നിങ്ങൾ എന്താ പറയുക? രാഹുൽ ന്യായീകരിക്കുകയാണ് എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാതിരുന്നത്. കാരണം രാഹുലിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ ചിത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിഷേധിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? നിങ്ങൾ ഈ വാർത്തകൾ പിൻവലിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഒന്നും അവിടെ അതിന് യാതൊരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അത് തന്നെയാണ് രാഹുൽ ഇന്നും പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് രാഹുൽ രംഗത്ത് വന്നിരിക്കുന്നു. തൻ്റെതല്ല, ഇതൊന്നും തൻ്റെതല്ല. നിങ്ങൾ AI ഉണ്ടാക്കിയതാണ്, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം എന്ന് രാഹുൽ പറഞ്ഞു വെക്കുകയാണ്. ഇനിയിപ്പോ
രാഹുൽ ഇത് തൻ്റെതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. സാധാരണഗതിയിൽ എൻ്റെതല്ല എന്ന് പറയുമ്പോൾ തെളിവുകൾ വേണ്ട. ഇത് എൻ്റേതാണ്, എന്ത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ ഫോണ് അത് എൻ്റേതാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന് എനിക്ക് തെളിവുകൾ വേണം. അതല്ല എൻ്റെതല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തെളിവുകളൊന്നും ഹാജരാക്കേണ്ടതില്ല. പക്ഷേ ഇതിൽ നിങ്ങൾ തെളിവുകൾ ചോദിക്കും, കാരണം അന്തംകമ്പി അടിമകൾ അങ്ങനെയാണല്ലോ. എന്നാൽ അതിനുള്ള തെളിവ് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് രാഹുൽ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ഇപ്പൊ ഇന്നലെ വരെയുള്ള കാര്യം ഇന്നലെ ഇറങ്ങിയതാണെന്ന് വിചാരിക്കാം. ഇപ്പോ ഇതിന് മുമ്പ് ഒരു 3 മാസം മുമ്പ് ഇതേപോലെയുള്ള സ്ക്രീൻഷോട്ടുകളും ഓഡിയോകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ഇറങ്ങിയിട്ടാണല്ലോ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണം ആരംഭിച്ച പോലീസ് ഈ സ്ക്രീൻഷോട്ടുകളും ഈ ഓഡിയോയും എപ്പോഴെങ്കിലും തെളിവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? കാരണം അത് രാഹുലിൻ്റെതല്ലാന്ന് അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരത് സ്വീകരിക്കാത്തത്. ഇനി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രണ്ടാമത്തെ കാരണം എന്താ? അത് തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോകുമ്പോൾ കോടതി ഒരു ചോദ്യം ചോദിക്കും. എന്താ? ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇത് സയന്റിഫിക് ടെസ്റ്റ് നടത്തിയിട്ട് രാഹുലിൻ്റെതാണെന്ന് തെളിയിക്കണം. അങ്ങനെ സയന്റിഫിക് ടെസ്റ്റ് നടത്തിയാൽ രാഹുലിൻ്റെതല്ല എന്ന് തെളിയും. മാത്രമല്ല, രാഹുലിൻ്റെതല്ല എന്ന് തെളിഞ്ഞാൽ കോടതി പിന്നെ ചോദിക്കുക അത് ആരുടേതാണെന്ന്, ഇത് ആരുണ്ടാക്കി എന്നാണ്, എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. പിന്നെ പോലീസ് എന്താക്കണം? ആ ഉണ്ടാക്കിയവനെ തെരഞ്ഞു നടക്കണം. ആ ഉണ്ടാക്കിയവനെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലുള്ള എല്ലാ ഗൂഢാലോചനകളും പുറത്തു വരികയും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഘട്ടം ഉള്ളത് കൊണ്ടാണ് പോലീസ് അതിലേക്ക് കിടക്കാത്തത്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായല്ലോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോ രാഹുൽ ഇതെന്താണെങ്കിലും തൻ്റെതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? അതിനുള്ള പറച്ചിൽ എന്താണ് പറഞ്ഞത് രാഹുൽ? എൻ്റേതല്ലാത്തത് കൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യാത്തത്, തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട്. തെളിവുകൾ ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമല്ലോ. തെളിവുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ആ പത്മകുമാർ പറഞ്ഞ വാക്ക്, പത്മകുമാർ പറഞ്ഞ പേര്, ദൈവതുല്യന്റെ പേര്, ആ പേര് മറച്ചു പിടിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ ക്രൂശിക്കുന്നത്. എന്റെ പച്ചയിറച്ചി കൊത്തിത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് പത്മകുമാർ പറഞ്ഞ പേര്, ആ പേര് മറച്ചു പിടിക്കണം. മറച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാവാൻ പാടില്ല. കാരണം അത് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദൈവതുല്യനാ. പത്മകുമാറിന് മാത്രമാണോ അയാൾ ദൈവതുല്യൻ? അല്ല, അന്തംഗമികളുടെ എല്ലാം ദൈവതുല്യനാണ് അയാൾ. അയാളിലേക്കുള്ള പത്മകുമാർ ചൂണ്ടിയ വിരല് അത് പൊതുജനം അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തീരെയും അറിയാൻ പാടില്ല. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കലും അത് അറിയാൻ പാടില്ല. അപ്പൊ അതിനിടയിൽ എന്താക്കണം? നമ്മള് വലിയ ഒരു ബോംബ് പൊട്ടിക്കണം. മനസ്സിലായില്ലേ? ആ ബോംബ് എന്താ? ഇത്തരത്തിലുള്ള ഇക്കിളി കഥകളാണ് ബോംബ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു യുവജന നേതാവിനെ വെച്ചുകൊണ്ടാകുമ്പോ കുറച്ചുകൂടി ആ ബോംബിന് വീര്യം കൂടും. വീര്യം എന്ന് പറഞ്ഞാൽ അണുബോംബിനേക്കാളും വീര്യമുള്ളതായി അത് മാറും. കുറെ കാലം ഇങ്ങനെ നിൽക്കും. ഏതുപോലെ ഹിരോഷിമയിൽ പണ്ട്, നാഗസാക്കിയിലും പണ്ട് അണുബോംബ് ഇട്ടിട്ട് അതിന്റെ ആ പ്രതിഫലനങ്ങൾ ഇന്നും അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ടല്ലോ. വർഷങ്ങൾ എത്രയായി. അപ്പോ ഈ പറയുന്ന പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന്റെ പ്രതിഫലനം ആ നാട്ടുകാർ അനുഭവിക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൂടി ഉണ്ടായാൽ ആ ഹിരോഷിമയിലിട്ട ബോംബിനേക്കാളും വലിയ പ്രതിഫലനം, വീര്യം ആ ബോംബിനുണ്ടാകും. അപ്പോ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്ന കാലയളവ് വരെ കവർ ചെയ്യാനുള്ള വീര്യം അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചത്. പക്ഷെ ആ ബോംബ് ചീറ്റിപ്പോയി, എല്ലാ അർത്ഥത്തിലും ചീറ്റിപ്പോയി. കാരണം കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ വ്യാജങ്ങൾ പടച്ചു വിടുകയാണെന്ന് വിളിച്ചു പറയാൻ കേരളത്തിന്റെ പൊതുസമൂഹം മുന്നിൽ നിൽക്കാൻ തുടങ്ങി. അപ്പോ ഈ ബോംബുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുമ്പ് പൊട്ടിച്ച ബോംബൊന്നും ബോംബല്ല, മുമ്പ് പുറത്തുവിട്ട തെളിവുകളൊന്നും തെളിവുകളല്ല. അതൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. എഡിറ്റ് ചെയ്ത് AI ഉണ്ടാക്കിയെടുത്തപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് പുതിയ ബോംബും പുതിയ തെളിവുകളും പുതിയ ഓഡിയോയും പുതിയ സ്ക്രീൻഷോട്ടും ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ രത്ന ചുരുക്കം എന്ന് പറയുന്നത് അന്ന് പൊട്ടിച്ചതും അന്ന് പുറത്തു വന്നതും ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ ഞങ്ങൾ പറയുന്ന ഫോർമാറ്റിൽ പുതിയത് ഉണ്ടാക്കി തരണം. പുതിയത് ഉണ്ടാക്കി തരുന്നത്
അത് പുറത്തുവിടേണ്ട ദിവസം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനി ഇതും മതിയാകാതെ വരും, അപ്പൊ എന്താക്കും, അടുത്ത ബോംബ് വരും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അടുത്ത ബോംബും പൊട്ടും.